കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിക്കുന്നത് എന്തിനാണ്? പണ്ടുകാലം മുതൽ തന്നെ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കുടിക്കുന്ന ഒരു പതിവുണ്ട്. അതിമധുരം, ജീരകം, ചുവന്ന ഉള്ളി, തൃക്കടുക്, തൃപ്പലി മൂലം, കുന്നിവേര്, ഉഴിഞ്ഞവേര്, ചിറ്റാമുട്ടി, കടലാടി വേര് ഇവ സമം എടുത്ത് ചതച്ച് കിഴി കെട്ടുകയാണ് പതിവ്. ഈ കിഴിയിട്ട് പഴനെല്ലരി കഞ്ഞി വെച്ച് കിഴി പിഴിഞ്ഞ ശേഷം കഴിക്കും. മർമ്മക്ഷതം കൊണ്ടുണ്ടായ ചുമ, ശ്വാസം മുട്ടൽ എന്നിവ തടയാൻ ഔഷധക്കഞ്ഞിക്ക് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഔഷധക്കഞ്ഞി വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ കർക്കിടക മാസത്തിൽ ചില കോവിലുകളിലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ആ കഞ്ഞി കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അന്ന് എല്ലാവരും വെജും ആയിരിക്കണേ. ക്ഷേത്രത്തിലെ നേത്യച്ചോറ് കഴിക്കുന്നതിൻ്റെ മഹിമ എന്താണെന്നറിയാമോ? നേത്യച്ചോറ് കഴിക്കുക എന്നാൽ വിശപ്പിന് ഭക്ഷണം കഴിക്കുക എന്നല്ല, മറിച്ച് ഭഗവാന് നിവേദിച്ച അന്നം കഴിക്കുക എന്നതാണ്. അതിലൂടെ ഭഗവത് പ്രീതി ലഭിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൽ ഭഗവാന് നിവേദിക്കുന്ന അന്നത്തിന് പ്രത്യേകതകൾ നിരവധിയാണ്. നേത്യച്ചോറിനെടുക്കുന്ന അരിക്ക് പ്രത്യേകത എന്തെന്നാൽ ഉണക്കി കുത്തിയ തവിട് കളയാത്ത അരിയായിരിക്കും അത്. അതിനാൽ അതിൽ നിന്നും ഗുണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കൂടാതെ അമ്പലത്തിൽ നേത്യച്ചോറ് തയ്യാറാക്കുന്നതും പ്രത്യേക പാത്രത്തിലാണ്. ഓട്ടുരുളിയിലായിരിക്കും അത് തയ്യാറാക്കുന്നത്. അലുമിനിയം പാത്രം പോലെ അപകടം തെളിയിച്ചിട്ടുള്ളതല്ല ഓട്. അതുകൊണ്ട് ആരോഗ്യത്തിന് അത് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. നേത്യം ഇളകുന്ന ചട്ടുകമാകട്ടെ ഇരുമ്പോ ഓടോ ആയിരിക്കും. രണ്ടായാലും തെറ്റില്ല. ദോഷമില്ലെന്ന് മാത്രമല്ല, ഗുണമാണ് പ്രദാനം ചെയ്യുന്നത്. ഇരുമ്പു ചട്ടുകമാണെങ്കിൽ കൂടുതൽ ഗുണകരമാണ്. ഇരുമ്പിൻ്റെ അംശം നേത്യച്ചോറിൽ കലരുന്നത് ഗുണകരമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പ് ഊരണമെന്ന് പറയുന്നത്? ചെരുപ്പ് ഊരി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നതോടെ ഭക്തന്മാരുടെ പാദം സ്വാഭാവികമായും കാന്തശക്തിയുള്ള തറയിലേക്കാണ് പതിക്കുന്നത്. ഇതോടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഭൗമ കാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ് സംഭവിക്കുന്നത് അവിടെ. ഇതുമാത്രമല്ല, ഔഷധങ്ങളുടെ ഇലയും പൂക്കളും വീണ ജലം വീഴുന്നതു കാരണം ക്ഷേത്ര പരിസരത്തിലെ മണ്ണിന് ഔഷധഗുണവും കാണാം. ചെരുപ്പ് ഉപേക്ഷിച്ച് ഈശ്വര ദർശനം നടത്തിയാൽ തന്നെ ഇതിലൂടെ ആധുനിക ശാസ്ത്രം പറയുന്ന രീതിയിലുള്ള മാഗ്നറ്റിക് തെറാപ്പിയും നടക്കുന്നു.